ഇന്ത്യയുടെ പർവ്വത യോദ്ധാവ് ഹിമാലയത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ സോറാവർ ലൈറ്റ് ടാങ്ക്. എം നായിക് ഹെവി എഞ്ചിനീയറിംഗ് കോംപ്ലക്സിൽ നിന്നും സോറാവർ ലൈറ്റ് ടാങ്ക് പുറത്തിറക്കിയത് ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിന് ഒരു നിർണായക നിമിഷമാണ്. വെറും 19 മാസത്തിനുള്ളിൽ വികസിപ്പിച്ചെടുത്തതും ആഗോള നിലവാരമനുസരിച്ച് അവിശ്വസനീയമാം വിധം വേഗതയേറിയതുമായി കണക്കാക്കപ്പെടുന്നതുമായ ഇത് ഹിമാലയത്തിലെ ഉയരത്തിലുള്ള യുദ്ധത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ ലൈറ്റ് ടാങ്ക് ആണ്. യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ അതിർത്തിയിലെ സംഘർഷങ്ങൾക്കിടെ വിഭാവനം ചെയ്ത സോറാവർ ഇന്ത്യൻ സൈന്യം നേരിടുന്ന ചൈനീസ് ടൈപ്പ് 15 ടാങ്കുകളെ നേരിടുന്നതിനാണ് സൃഷ്ടിച്ചത്. ചൈനീസ് എതിരാളിയേക്കാൾ ഭാരം കുറവാണെങ്കിലും അത് തുല്യമായി ആയുധധാരിയായി തുടരുന്നു. ലഡാക്കിന്റെ ജേതാവ് എന്നറിയപ്പെടുന്ന 19ാം നൂറ്റാണ്ടിലെ ഇതിഹാസ ദോഗ്ര ആർമി കമാൻഡറായ ജനറൽ സോറാവർ സിംഗിന്റെ പേരിലാണ് ഈ ടാങ്ക് അറിയപ്പെടുന്നത്. ഏകദേശം 25 ടൺ ഭാരമുള്ള സോറാവർ അർജുൻ പോലുള്ള ഭാരമേറിയ പ്രധാന യുദ്ധ ടാങ്കറുകൾ അങ്ങേയറ്റം പ്രവർത്തന അപകട സാധ്യതകൾ നേരിടുന്ന പരുക്കൻ ഓക്സിജൻ കുറഞ്ഞ പർവ്വത പ്രദേശങ്ങളിൽ വളരാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഭാരം കുറവാണെങ്കിലും ഇത് വലിയൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇതിന്റെ പ്രാഥമിക ഫയർ പവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒരു ബെൽജിയൻ ജോൺ കോക്കറിൽ 3105 ഡയറക്റ്റിലാണ്. അതിൽ ഒരു ഓട്ടോ ലോഡർ ഘടിപ്പിച്ചിരിക്കുന്ന 105 mm റൈഫിൾഡ് ഗൺ ഘടിപ്പിച്ചിരിക്കുന്നു. യുദ്ധകളത്തിലെ അതിജീവനം പരമാവധിയാക്കാൻ ലേസർ മുന്നറിയിപ്പ് റിസീവറുകളും സജീവ സംരക്ഷണ സംവിധാനവും വാഹനത്തിൽ ഘടിപ്പിക്കണമെന്ന് സൈന്യം ആഗ്രഹിക്കുന്നു. 760 HP കമ്മിൻസ് ഡീസൽ എഞ്ചിനും റെങ് ട്രാൻസ്മിഷനും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ടാങ്ക് മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗതയിലും 480 കിലോമീറ്റർ പ്രവർത്തന പരിധിയിലും എത്തുന്നു. ഇതിന്റെ നൂതന ഹൈഡ്രോപ്ന്യൂമാറ്റിക് സസ്പെൻഷൻ കഠിനമായ ഭൂപ്രകൃതികൾക്ക് അനുയോജ്യമായതാണ്. കൂടാതെ ഇതിന്റെ ഭാരം കുറഞ്ഞ ഫ്രെയിം അർത്ഥമാക്കുന്നത് C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനം വഴി ഇത് എളുപ്പത്തിൽ വിന്യസിക്കാൻ കഴിയുമെന്നാണ്. നിർണായകമായ ഉയർന്ന പ്രദേശങ്ങളിലെ യുദ്ധങ്ങളിൽ ലൈറ്റ് ആർമർ വിന്യസിക്കുന്നതിൽ ഇന്ത്യൻ സൈന്യത്തിന് ഒരു നീണ്ട ചരിത്രമുണ്ട്. 1948 തന്ത്രപ്രധാനമായ സോജി ലാപാസ് പിടിച്ചെടുക്കാൻ സ്റ്റുവർട്ട് ലൈറ്റ് ടാങ്കുകൾ ഉപയോഗിച്ചിരുന്നു. പിന്നീട് 1962 കിഴക്കൻ ലഡാക്കിലെ ചുഷുലിൽ സൈന്യം AMX-30 ടാങ്കുകൾ വിന്യസിച്ചു. 1965 ചാംപ് സെക്ടറിൽ പാകിസ്ഥാന്റെ ഓപ്പറേഷൻ ഗ്രാൻഡ് സ്ലാം പരാജയപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചപ്പോൾ ഇതേ AMX-30 ടാങ്കുകൾ നിർണായക പങ്കുവഹിച്ചു. ഭാവിയിൽ ഇന്ത്യൻ സൈന്യം 59 സൊറാവർ യൂണിറ്റുകൾക്കായി പ്രാരംഭ ഓർഡർ നൽകിയിട്ടുണ്ട്. അന്തിമമായി 354 ടാങ്കുകൾ ആവശ്യമാണ്. ശേഷിക്കുന്ന 295 അധിക ലൈറ്റ് ടാങ്കുകൾക്കുള്ള കരാർ ഒരു മത്സര പ്രക്രിയയിലൂടെ തീരുമാനിക്കും. 7 ലൈറ്റ് ടാങ്ക് റെജിമെന്റുകളുടെ ആവശ്യകത സർക്കാർ ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. 2027 ഇൻഡക്ഷൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലഡാക്കിലെ ന്യോമയിൽ 4200 മീറ്ററിൽ കൂടുതൽ ഉയരത്തിലുള്ള ഉയര പരീക്ഷണങ്ങൾ ടൈപ്പുകൾ വിജയകരമായി പൂർത്തിയാക്കി. മൊബിലിറ്റി, സംരക്ഷണം, ഫയർ പവർ എന്നിവയ്ക്കുള്ള കർശനമായ പരിശോധനകൾ വിജയിച്ചു. തന്ത്രപരമായ ഉപയോഗത്തിന് പുറമെ ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ സംവിധാനത്തിന് സോറാവർ ഒരു യഥാർത്ഥ മാറ്റമുണ്ടാക്കും. വളരെ സങ്കീർണമായ ഉയർന്ന സാങ്കേതിക വിദ്യയുള്ള ഒരു പ്ലാറ്റ്ഫോം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നൽകുന്നതിലൂടെ വ്യവസായം ഒരു പുതിയ മാനദണ്ഡം സ്ഥാപിച്ചു. മോഡുലാർ ഡിസൈന് തദ്ദേശീയ ഉപസിസ്റ്റങ്ങളെ തിരഞ്ഞെടുത്ത വിദേശ സാങ്കേതിക പങ്കാളിത്തങ്ങളുമായി പരിധികളില്ലാതെ സംയോജിപ്പിക്കുന്നു. ഇത് ലൈസൻസ് ഉള്ള ഉൽപാദനത്തിൽ നിന്നും യഥാർത്ഥ രൂപകൽപ്പനയിലേക്കും എഞ്ചിനീയറിംഗിലേക്കും ഒരു നിർണായക മാറ്റത്തെ സൂചിപ്പിക്കുന്നു. 7 വർഷത്തിനിടെ ആദ്യമായി L&Tയുടെ ഹസ്ര സമുച്ചയം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് ദർശനത്തിന് ഈ സൗകര്യം നൽകുന്ന സംഭാവനകളെ പ്രശംസിച്ചു. സോറാവർ ടാങ്കും K9 വജ്ര പീരങ്കി സംവിധാനങ്ങളും പരിശോധിക്കുന്നതിനിടെ പ്രതിരോധ ഉൽപാദനം, ഊർജം, ഉരുക്ക് തുറമുഖങ്ങൾ, വ്യാപാരം എന്നിവയിലുടനീളമുള്ള ഒരു സംയോജിത ആവാസ വ്യവസ്ഥയുടെ സജീവ പ്രദർശനമായാണ് ഹസ്രയെ മോദി വിശേഷിപ്പിച്ചത്. ദക്ഷിണ കൊറിയയുടെ ഹാൻവായ്ക്കൊപ്പം വികസിപ്പിച്ചെടുത്ത ട്രാക്ക് ചെയ്ത സെൽഫ് പ്രൊപ്പൽഡ് പീരങ്കിയായ K9 വജ്ര ടിയിൽ നിന്നാണ് ഈ വിജയത്തിനുള്ള അടിത്തറ ആരംഭിച്ചത്. ഇന്ത്യൻ സൈന്യത്തിന്റെ ഉയരത്തിലുള്ള ആവശ്യങ്ങൾക്കായി വ്യാപകമായി പൊരുത്തപ്പെടുത്തിയ L&T 100 K9 വജ്ര സിസ്റ്റങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. അവയിൽ പലതും നിലവിൽ കിഴക്കൻ ലഡാക്കിൽ സൈനിക സജ്ജീകരണത്തിനിടയിൽ വിന്യസിച്ചിട്ടുണ്ട്. അതിനുശേഷം സർക്കാർ 100 യൂണിറ്റുകൾക്കുള്ള തുടർ ഓർഡർ കൂടി അംഗീകരിച്ചു. വരും വർഷങ്ങളിൽ ഹസ്രയിൽ സ്ഥിരമായ ഉൽപാദനം ഉറപ്പാക്കുന്നു. സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ പീരങ്കികളിലെ ഒരു നിർണായക വിടവ് K9 വജ്ര പരിഹരിച്ചു. L&Tയെ സംബന്ധിച്ചിടത്തോളം
ഒരു സ്വകാര്യ ഇന്ത്യൻ കമ്പനിക്ക് കൃത്യസമയത്തും അളവിലും കൃത്യമായ സൈനിക പ്ലാറ്റ്ഫോമുകൾ വിജയകരമായി എത്തിക്കാൻ കഴിയുമെന്നത് തെളിയിച്ചു. ചരിത്രപരമായി പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഒരു മേഖല ഇനി കണ്ണുകൾ ചക്രവാളത്തിലേക്ക് തിരികെയാണ്. K9 സൊറാവറിനും അപ്പുറം അടുത്ത പ്രധാന നാഴികക്കല്ല് ഫ്യൂച്ചർ ഇൻഫൻട്രി കോമ്പാക്ട് വെഹിക്കിൾ പ്രോഗ്രാമാണ്. സൈന്യത്തിന്റെ പഴയ സോവിയറ്റ് കാലഘട്ടത്തിലെ BMP-2 ഇൻഫൻട്രി ഫൈറ്റിംഗ് വെഹിക്കിളുകൾക്ക് പകരമായി ഉദ്ദേശിച്ചിട്ടുള്ള FICVയിൽ 30 മുതൽ 40 mm വരെ മെയിൻ ഗൺ, 5ാം തലമുറ ഫയർ ആൻഡ് ഫോർട്ട് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ എന്നിവ ഉൾപ്പെടും. ഇന്ത്യ ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അഭിലഷണീയമായ തദ്ദേശീയ വാഹന പരിപാടികളിൽ ഒന്നായ ഈ കോടിക്കണക്കിന് കോടി രൂപയുടെ കരാർ ഹസ്ര സൗകര്യത്തിന്റെ ഭാവി നിർവചിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.